ഇത് നമ്മള് ഫ്രൈയിങ് പാനിൽ വെച്ചിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കണ പിസ്സയുടെ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ പിസ്സ നമ്മൾ ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ വലിയ പിസ്സയൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ ചെറിയ പിസ്സ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉൾഭാഗമൊക്കെ നമുക്ക് ശരിക്കും വെന്ത് കിട്ടുകയും ചെയ്യും. റെഡി ആക്കിയിട്ട് എടുക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്, കഴിക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മൾ മിയ കിച്ചണിലെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സ്നാക്ക് റെസിപ്പി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗോതമ്പ് പൊടിയും പിന്നെ ചെറുപയറും കൂടിയും ചേർത്തിട്ട് ഒരു സ്നാക്ക് റെസിപ്പി. അത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കുറച്ച് പേർക്ക് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാത്തതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ പിക്ചർ കണ്ടപ്പോൾ ചിലപ്പോൾ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് തോന്നാത്തതുകൊണ്ട് ക്ലിക്ക് ചെയ്യാത്തതായിരിക്കും. പക്ഷെ ശരിക്കും അത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണത്. ഫസ്റ്റ് നമ്മൾ ആവിയിൽ വേവിച്ചിട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഷാലോ ഫ്രൈ പോലെയാണ് അത് റെഡി ആക്കിയിട്ട് എടുക്കുന്നത്. വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിന്റെ ഉള്ളിലെ ഫില്ലിംഗ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിന് പുറഭാഗം നന്നായിട്ട് മുരിഞ്ഞിട്ടിരിക്കും. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളത് ഉണ്ടാക്കും. ഉറപ്പായിട്ട് നിങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അത് ഞാൻ വിചാരിച്ചത്ര ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കുറെ പേര് കാണും, കുറെ പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും ഉണ്ടാക്കാനൊക്കെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്തുകൊണ്ട് അത് ക്ലിക്കായില്ല. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അതെ, അപ്പൊ ഈ നോക്കട്ടെ സമയങ്ങൾ തന്നെ നമ്മുടെ പിസ്സ നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പൊ ഇനി നമ്മള് ഇതിലേക്കുള്ള മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണേ. അപ്പൊ ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദപ്പൊടിയും 1 കപ്പ് ഗോതമ്പ് പൊടിയായിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദപ്പൊടിയിൽ തന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദപ്പൊടിയിൽ തന്നെ ചെയ്യാം. പക്ഷെ ഗോതമ്പ് പൊടിയിൽ തന്നെ ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത്. രണ്ടും മിക്സ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പൊ 1 കപ്പ് മൈദപ്പൊടി, 1 കപ്പ് ഗോതമ്പ് പൊടി, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള പാലാണ് ചേർക്കുന്നത്. നല്ല ചൂടോട് കൂടിയിട്ടാണ് ചേർക്കുക. ഈ പാല് ചേർത്ത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതാണ്ട് നീക്കി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈസ്റ്റ് മിക്സ് ചെയ്യണം. ഈസ്റ്റ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. 1 ടീസ്പൂൺ, 1/2 ടീസ്പൂണോടെയും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ബണ്ണിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈസ്റ്റ് ഇതേപോലെ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അത് പൊന്തി വന്നിട്ട് വേണ്ടേ നമ്മുടെ ഈ മാവിലേക്ക് ഒഴിക്കാനെന്ന്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മാവിലേക്ക് ഒഴിച്ചിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. ഈസ്റ്റൊക്കെ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ 3/4 ഗ്ലാസ് വെള്ളത്തിൽ ചെയ്താൽ മതി. പിന്നെ ഇനി നമുക്ക് എക്സ്ട്രാ വെള്ളം ആവശ്യം വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ടെടുക്കുക. ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർക്കുന്നുണ്ട്. ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട്. കാരണം ഇതിപ്പോൾ നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ചിട്ട് എടുക്കണ ഒരു പരിവാണ്. പക്ഷേ നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ എന്തെങ്കിലും മിക്സിങ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് ലൂസായിട്ട് വേണം കുഴച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 1/2 ടീസ്പൂൺ ഓയിലും കൂടിയിട്ട് ഇതാ ഇതേപോലെ മുകളിൽ. ഇത് ഒലിവ് ഓയിൽ തന്നെയാട്ടോ എടുക്കുന്നത്. ഒലിവ് ഓയിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഒലിവ് ഓയിൽ ഉണ്ടെന്ന് വെച്ചാൽ ഒലിവ് ഓയിൽ എടുക്കുക. ബാറ്റർ ഇതേപോലെ ഇനി ഇരിക്കണം. കുറച്ച് ലൂസായിട്ട് ഇരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇനി ഇത് നമുക്ക് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം നോക്കിക്കേ, നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതേപോലെ പൊന്തി വരാൻ വേണ്ടിയിട്ട് 4 മണിക്കൂറാണ് എടുത്തത്. ഇതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സാധാരണ നമ്മൾ മൈദപ്പൊടി ചേർത്തിട്ട് വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സമയം കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇതേപോലെ പൊന്തി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നമ്മളിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ നോക്കിക്കേ പിസ്സ സോസ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ ടൊമാറ്റോ സോസോ എന്തായിരുന്നാലും കുഴപ്പമില്ല. പിസ്സ സോസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. അപ്പോൾ ഇനി നമ്മളിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ
ഇതാ നോക്കിക്കേ പിസ്സ സോസ് എടുത്തിട്ടുണ്ട്. ഇതൊന്നാണെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് വീട്ടിൽ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ റെസിപ്പി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് മിയ കിച്ചൻ പിസ്സ സോസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ റെസിപ്പി കിട്ടും കേട്ടോ. പിന്നെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തത്, മല്ലിയില, പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഒലിവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒലിവ് ചേർക്കാം. പിന്നെന്താ മഷ്റൂം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഷ്റൂം ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫില്ലിങ്ങിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. പിന്നെ ഞാനിവിടെ ചീസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മോസറല്ല ചീസാണ് എടുത്തേക്കുന്നത്. അതായിരിക്കും നമ്മൾ പിസ്സയ്ക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ചീസ്. ഇതിങ്ങനെ നല്ല സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ആ ചീസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചീസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ, വേറെ ഏത് ടൈപ്പ് ചീസായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ആക്കി നമുക്കാണ് നീക്കി വയ്ക്കാം. ഇതേപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വരണം. ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചിട്ട് എടുക്കണം. അപ്പോൾ കുറച്ച് പൊടി ഒന്ന് വെതറി കൊടുക്കാം. ഇതൊന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ വെച്ചേക്കണേൻ്റെ ഡബിളായിട്ട് പൊന്തി വരണം കേട്ടോ, എന്നാൽ മാത്രമേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. നീളത്തിലാക്കിയിട്ടെടുക്കാം. നമുക്ക് ഓരോ ഉരുളയാക്കിയിട്ടെടുക്കാം. ഒരുപാട് വലുതാക്കിയിട്ട് എടുക്കണ്ട. ഇതേപോലെ ഇത്രയ്ക്ക് വലിപ്പമുള്ളത് മതി. ഇതാ ഇത്രയ്ക്ക് വലിപ്പമുള്ളത്. അപ്പോൾ നമ്മൾ 6 എടുത്തേക്കുന്നത്. ഒരുപാട് വലിപ്പമുള്ളതാക്കിയിട്ട് എടുക്കണ്ട കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് ഓരോന്നും എടുക്കാം. ഇതൊന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. കുറച്ച് പൊടിയൊന്ന് വെതറിയിട്ട് ഇതാ കുറച്ച് പൊടി ഇത് വയ്ക്കാം, കൈമ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഉള്ളിലേക്ക് ഇതാ ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി നല്ല ഭംഗിയുള്ള നല്ല റൗണ്ട് ഷേപ്പായിട്ട് കിട്ടും, നല്ല ഫിനിഷിങ്ങിൽ വരികയും ചെയ്യും. എല്ലാവരും നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് നീക്കി വയ്ക്കുക. ഇതിൽ നിന്ന് നമുക്ക് ഒരു പീസ് എടുക്കുക. നോക്കിക്കോ, നമ്മൾ അടിയിൽ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൊടിയുടെ മുകളിലാണ് നമ്മളിത് വെക്കുന്നത്. ഞാൻ നോക്കിയേ, ഞാനിവിടെ ഇതേപോലത്തെ ഒരു മൂടിയാണ് എടുത്തേക്കുന്നത്. ഒരു പാത്രത്തിൻ്റെ ഒരു മൂടി വെച്ചിട്ടാണ് നമ്മൾ ഇത് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറച്ച് വീതിയുള്ളത് എടുക്കുക അടിയിൽ. എന്നിട്ട് ഇത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് നല്ല ബലം കൊടുത്തിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഉൾഭാഗം അങ്ങോട്ട് കുഴിഞ്ഞ് കിട്ടും നമുക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നമ്മുടെ ചീസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ചെറുത് പറഞ്ഞെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുഴിക്കുകയാണ്. എന്നിട്ട് നമുക്കിവിടെ നന്നായിട്ടൊന്ന് കുഴിഞ്ഞിരിക്കണം. എൻ്റെ എഡ്ജ് ഇതേപോലെ ഇങ്ങനെ പൊന്തിയിരിക്കണം. അപ്പം നമുക്ക് എഡ്ജൊക്കെ നന്നായിട്ട് പൊന്തിയിരിക്കുന്നുണ്ട്. ഉൾഭാഗം നമുക്ക് നന്നായിട്ട് കുഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കാണെങ്കിൽ നമ്മൾ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് വെച്ചിട്ട് നന്നായിട്ട് പരത്തിയത് കുറച്ച് വലുത്. അത് കഴിഞ്ഞിട്ട് അതിനേക്കാളും കുറച്ച് ചെറുത് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെക്കാം. പിസ്സ സോസാണ് വെക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലും സൈഡിലേക്ക് ഇങ്ങനെ കുറച്ച് മുകളിലേക്ക് ഒന്ന് കയറ്റി വെച്ചോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വയ്ക്കാം. ഞാൻ കുറച്ച് സവോള ഇടുന്നുണ്ട്. ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇടുന്നുണ്ട്. കുറച്ച് മല്ലിയില ഇടും. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ നമ്മളിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഞാനിവിടെ കുറച്ച് വലിയ പാനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കൊരു 2-3 ഒരുമിച്ച് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. ഒലിവ് ഓയിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരുപാട് കൂട്ടി വയ്ക്കരുത്. അപ്പോൾ ഈ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ വെക്കാം. ഇത് നമ്മൾ ഈ പാത്രത്തിൻ്റെ അടിയിൽ വെക്കുമ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ട് വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. പൊടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അത് അടിയിൽ പിടിച്ചിരിക്കും കേട്ടോ. ഇതിപ്പോൾ അടിഭാഗം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അടിഭാഗം ശരിക്കാണ്ട് മുരിയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് തിരിച്ചിടാം.
അത് കഴിഞ്ഞിട്ട് ചീസൊക്കെ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ രണ്ടാമതും തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നമുക്ക് ശരിക്കും വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് നോക്കി പാൻമേന്ന് നമുക്ക് ശരിക്കും വിട്ടു പോരുന്നുണ്ട്. അതേപോലെ ആയി കഴിയുമ്പോൾ ഇത് നമുക്കൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഞാൻ തിരിച്ചിടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ തിരിച്ചിട്ടാലും ചീസ് ഈ പാൻമ പിടിക്കില്ല കേട്ടോ. നമ്മളിങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് രണ്ടാമതും തിരിച്ചിടുമ്പോൾ ആ ചീസും നമ്മുടെ ഇതിൻ്റെ കൂടെ തന്നെ പോന്നോളൂ. നോക്കിക്കോ, ചീസ് ഒരു സമയത്ത് നമ്മുടെ പാൻമ പിടിക്കില്ല. നമ്മൾ തിരിച്ചിടാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാവരും അപ്പോൾ നമ്മളിത് തിരിച്ചിടാൻ വേണ്ടിയിട്ട് പോവാണ്. തീ ഒരുപാട് കൂട്ടി വെക്കേണ്ടിയിരുന്നാൽ മതി. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ഞാനിങ്ങനെ കമത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കാം. വലിയ ബർണറൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിനേക്കാളും ഒന്നുകൂടി ഒന്ന് കുറച്ച് വെക്കണം. അപ്പോൾ ഞാനിവിടെ 40 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ശരിക്കും വെന്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉൾഭാഗം നമുക്ക് വെന്ത് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഫ്രൈയിങ് പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കണ മിനി പിസ്സ എല്ലാനും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് റെഡി ആക്കിയിട്ട് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ. വലിയ ബർണറൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിനേക്കാളും ഒന്നും കൂടി നന്നായിട്ട് കുറച്ച് വെക്കണം. കാരണം തീ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല, അടിഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് കാണുമ്പോൾ ഭയങ്കര തിക്കായിട്ട് ഇരിക്കുകയാണെങ്കിലും ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ എൻ്റെ വലിയ ബർണറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 40 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ശരിക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. തീ ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ഉൾഭാഗം നമുക്കൊന്ന് നോക്കാം. പിന്നെ ചീസ് വെച്ചിട്ട് നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിന് തിരിച്ചിടുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനിന് എടുത്തിട്ടുണ്ടായിരുന്നത്. സാധാരണ പാനിലാണെങ്കിലും ഈ ചീസ് അങ്ങനെ പാൻമ പിടിക്കില്ല. നമ്മൾ തിരിച്ചിടുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ചീസും കൂടിയിട്ട് പോന്നോളൂ. അപ്പോൾ അതിൻ്റെ ഉൾഭാഗം നോക്കിക്കേ, ശരിക്കും വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. ഉൾഭാഗം ശരിക്കും വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് കഴിച്ചോട്ടെ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് ഒരുപാട് വലുതാക്കിയിട്ട് ഉണ്ടാക്കണ്ട കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കിയാൽ മതി. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പാനിലേക്ക് നമ്മൾ ഫസ്റ്റ് പാനിലേക്ക് വെക്കുമല്ലോ, അങ്ങനെ വെക്കുമ്പോഴേക്ക് ആയിരുന്നാലും കുറച്ചും കൂടി ചെറുതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ഈസി ആയിട്ട് അത് വെക്കാനും തിരിച്ചിടാനേക്കും കുറച്ചും കൂടി നല്ല എളുപ്പമായിരിക്കും. ഞാൻ ഒന്ന് കഴിച്ച് നോട്ടെ. ഉള്ളിലൊക്കെ ശരിക്കും വെന്തിട്ടുണ്ട് കണ്ട. കഴിച്ചോട്ടെ കേട്ടോ. ഉള്ള ശരിക്കും നമ്മൾ പിസ്സ കഴിക്കണ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ചീസ് കുറച്ചും കൂടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ചീസ് കൂടുതലിടും. ഞാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചീസ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേണം ഇത് വേവിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചീസിൻ്റെ ഭാഗം തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മറ്റേ സൈഡ് തിരിച്ചിട്ട് കഴിയുമ്പോൾ മൂടി വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചിട്ടെടുക്കുക. ഉൾഭാഗമൊക്കെ നമുക്ക് ശരിക്കും നമ്മൾ ബേക്ക് ചെയ്തെടുക്കണ പോലെ തന്നെ നമുക്ക് ശരിക്കും വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ അടിഭാഗമൊക്കെ ആയിരുന്നാലും ഒട്ടും കരിഞ്ഞു പോവുകയും ചെയ്യില്ല കണ്ട.